സോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് കുറച്ച് പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് പോട്ട് പാക്ക് ഓപ്പണിംഗ് തുടങ്ങാം. അപ്പോൾ നമ്മൾ ടാർഗറ്റ് പറയാന്ന് വെച്ചാൽ നമ്മുടെ സലൻ്റെ ഒരു കാർഡുണ്ട്. അത്യാവശ്യം നല്ലൊരു കാർഡാണ്, റൊമാൻ ഫ്ലാഗ്. അതേപോലെ നമ്മൾ അൽവാർസിൻ്റെ ഡീപ്പ് ലൈൻ ഫോർവേഡ് ഒരു കാർഡ്, പിന്നെ നമ്മളെ ക്രിസ്ത്യാനോൻ്റെ ഡീപ്പ് ലൈൻ ഫോർവേഡ് ഒരു കാർഡുണ്ട്. പിന്നെ നമ്മളെ ക്രിസ്ത്യാനോൻ്റെ വേറൊരു കാർഡും കൂടി ഉണ്ട്. അതിൽ ക്രിസ്ത്യാനോൻ്റെ ഏത് കാർഡ് കിട്ടിയാലും സൂപ്പറായിരിക്കും. പിന്നെ സമ്പസ്ലാൻ്റെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡുണ്ട്, ലെഫ്റ്റ് വിങ്, അത് കിട്ടിയാലും സെറ്റാണ്. അതേപോലെ ഇത്ര പ്ലേസ് മതി ഗൈസ്. പിന്നെ നമ്മുടെ മോഡ്രിച്ചിനെ കിട്ടിയാലും സെറ്റാണ് കേട്ടോ. വേറെ ആരും വേണമെന്നില്ല, വേറെ കുറേ പേരൊക്കെ ഇതിന് എൻ്റെ അടുത്ത് ഉള്ളതാണ്. അപ്പോൾ റുഡ്രിഗറിൻ്റെ കാർഡ് കിട്ടിയാലും നൈസാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ട്രൈ കൊടുത്തു നോക്കാം. കുറച്ച് ക്യാൻസലൊക്കെ അടിച്ച് കൊടുത്തു നോക്കാം കേട്ടോ ഗൈസ്. അഥവാ ക്രിസ്ത്യാനോനെ തന്നാൽ മതി. 2 കാർഡൊക്കെ ഉണ്ട് ക്രിസ്ത്യാനോൻ്റെ, കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ടാർഗറ്റിനെ അടിച്ചതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ സെലക്ഷൻ കോൺട്രാക്ട് ചെയ്ത് കീപ്പറിനെ എടുത്തുനിന്ന് കൊണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് സുവാരിസിനെ കിട്ടിയിട്ടുണ്ട്. ലൂയിസ് സുവാരിസിനെ അങ്ങനെ കിട്ടിയില്ല, അപ്പോൾ ടാർഗറ്റിനെ അടിച്ചിട്ടില്ല. പിന്നെ ഗൈസ് നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തൊക്കെ നിങ്ങൾ കണ്ടല്ലേ പോയി കണ്ടോ കേട്ടോ. അപ്പോൾ നമുക്ക് ലൂയിസ് സുവാരിസിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 3 ഫ്രീ സ്പിന്നും കൂടി നമ്മളെ കയ്യിലുണ്ട്. ഒരു ക്ലബ് സെലക്ഷൻ്റെ ഒന്ന്, അതാ ക്ലബ് സെലക്ഷൻ്റെ ഒന്ന് ഉണ്ട്. അപ്പോൾ ഇതിൽ ടാർഗറ്റ് വരുന്നത് ഓഷിമാനാണ്. ഫസ്റ്റത്തെ ഫ്രീ സ്പിന്നിൽ വെച്ച് ആരും കിട്ടിയില്ല, അപ്പോൾ ഓഷിമാനാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. ഈ രണ്ടാമത് ഇറങ്ങുന്ന പ്ലെയറിനാണ്, മൂന്നാമത് ഇറങ്ങുന്ന പ്ലെയറിനാണ് വെച്ച് കിട്ടിയത് ഫസ്റ്റത്തെ സ്പിന്നിൽ. പിന്നെയുള്ള നമ്മളെ ഈ കീപ്പറാണ്. അപ്പോൾ ഓഷിമാനാണ് ടാർഗറ്റ് വരുന്നത് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇതിൽ ആരെ കിട്ടിയെന്നും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഓഷിമാൻ എങ്ങനെ ഉണ്ടെന്നുകൊണ്ട് പറയാം കേട്ടോ ഗൈസ് കിട്ടിയവർ. അപ്പോൾ നമ്മൾ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. പച്ച പോലും ഇല്ല ഉള്ളിൽ, എന്തായാലും തേപ്പായിരിക്കും. നോക്കാം. ഇത് ഏറ്റവും ലാസ്റ്റ് കിടന്ന പ്ലെയറാണ് കേട്ടോ. അപ്പോൾ സന്തോഷമായി, എന്തായാലും സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഒസിമാനെ കിട്ടിയില്ല. ഇനി ഒരു ഫ്രീ ട്രൈ കൂടി നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. നമ്മൾ കളിച്ചെടുത്തിട്ടുണ്ട് ഒരു ഫ്രീ ട്രൈ കൂടി. അപ്പോൾ നമുക്ക് അതൊന്ന് കറക്കി നോക്കാം. ഒരു ഫ്രീ ട്രൈ ഉണ്ട്. ഒസിമാൻ തന്നെയാണ് ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലും പച്ചയൊന്നും ഇല്ല കേട്ടോ ഗൈസ്, ഇതും തേപ്പായിരിക്കും. എനിക്ക് തോന്നുന്നത് ആ ലാസ്റ്റ് കിടക്കുന്ന പ്ലെയറിൻ്റെ മുമ്പത്തെ പ്ലെയറിനെ തന്നെ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആരെ തരാൻ നോക്കാം. ഒഷിമാനെ കൊനാമി തന്നിട്ടില്ല. എന്തായാലും നമുക്കൊരു ഷോർട്ട് ടൈം ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കീപ്പറും കൂടി നമ്മളെ സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് സൈൻ ചെയ്യാം കേട്ടോ ഗൈസ്. നിങ്ങളാരെ എടുത്തെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമ്മളെന്തായാലും ഇതിന്ന് എടുക്കാൻ പോണത് പറഞ്ഞാൽ കോസ്റ്റ് ഉണ്ട്, അതേപോലെ പിക്ഫോർഡിൻ്റെ ഒരു കാർഡുണ്ട് ഗൈസ്. നമുക്ക് കോസ്റ്റിനെ എടുക്കണമെന്നുണ്ട്, പക്ഷേ പിക്ഫോർഡ് അത്യാവശ്യം നല്ല ഒരു കീപ്പറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പിക്ഫോർഡിന് സൈൻ ചെയ്യാം. ആനിമേഷനൊക്കെ ഉണ്ടാവും നോക്കാം ഗൈസ്. ആനിമേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഷോർട്ട് ടൈമാണ്. അപ്പോൾ നിങ്ങൾ ആരുടെ അടുത്തും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ ഗൈസ്.